എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പൊക്കാട്ടുപടി റോഡിലെ കുഴുവേലിപ്പടി എന്ന സ്ഥലത്ത് നിന്നിട്ട് ഏകദേശം 1 കിലോമീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷവുമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വന്നിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 5 കിലോമീറ്റർ, എടപ്പള്ളി ലുലു മാളിലേക്ക് ഏകദേശം 9 കിലോമീറ്റർ, കളമശ്ശേരി മെട്രോ സ്റ്റേഷനിലേക്ക് ഏകദേശം 5 കിലോമീറ്ററുമാണ് വരുന്നത്. കൂടാതെ വിദ്യോദയ സ്കൂളിലേക്ക് വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 15ഓളം വില്ലകൾ വരുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഡിവിജ്വൽ റോഡുകൾ എന്ന് പറയുന്നത് 4 മീറ്റർ വീതിയിൽ കട്ട വിരിച്ച റോഡുകളാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.25 സെൻറ്റ് ലാൻഡിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ കാണുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയുന്നത്. ഇതിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കൊളോണിയൽ ടൈപ്പ് എലവേഷനാണ് വീടിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റിങ്ങുകൾ വരുന്നുണ്ട്. നല്ല ബ്രിക്കിൻ്റെ ടെക്സ്ചർ ഒരു സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിൽ ലൂവർ പാനലിംഗ് ഒക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് വീടിൻ്റെ എലവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കോമ്പൗണ്ട് വാളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ പെബിൾ ടെക്സ്ചറൊക്കെ കൊടുത്തിട്ട് ഒരു ബ്രിക്കിൻ്റെ ടെക്സ്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 4-വേ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുള്ള നല്ലൊരു കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഗേറ്റിൻ്റെ പില്ലറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2 പില്ലറിലായിട്ടും നല്ല ഭംഗിയുള്ള ഗേറ്റ് ലൈറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 16 അടിയോളം വരുന്ന ഒരു സ്ലൈഡിങ്ങിലും ഒരു സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുന്നതുമായ ഗേറ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് വരുന്നത്. അത്യാവശ്യം 2 വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് കോമ്പൗണ്ടിൽ കിട്ടുന്നുണ്ട്. ഒരു കവേർഡ് പാർക്കിങ്ങും ഒരു ഓപ്പൺ പാർക്കിങ്ങുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുറ്റം മുഴുവൻ കടപ്പ കല്ലുകൾ വിരിച്ചിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കുകൾ വരുന്നുണ്ട്. പില്ലറിലൊക്കെ ആയിട്ട് ഗ്ലാഡിങ് സ്റ്റോണിൻ്റെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വരുന്നത് ഈ വീടിൻ്റെ അഡീഷണൽ പാർക്കിംഗ് സ്പേസിലേക്കാണ് വരുന്നത്. ഇവിടെയും വലിയൊരു ഇന്നോവ പോലെയുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ് ബോക്സുകൾ ഈ സൈഡിലായിട്ട് വരുന്നുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ട് 2-വേ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നല്ല വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ടാപ്പിൻ്റെ സൗകര്യം വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അത്യാവശ്യം സെറ്റ് ബാക്ക് എല്ലാം കൊടുത്തിട്ട് ഭംഗിയിൽ തന്നെ കട്ട വിരിച്ച സൗകര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിഴക്ക് ദർശനമായിട്ടാണ് വീടിൻ്റെ ഫ്രണ്ട് എലവേഷൻ കൊടുത്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ ഏകദേശം ഒരു 3 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യം വരുന്നുണ്ട്. ഫ്ലോറിലായിട്ട് ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഫ്രണ്ട് ഡോറിലേക്കാണ് വരുന്നത്. ഒരു സിംഗിൾ പാളി നല്ല വീതിയുള്ളൊരു ഫ്രണ്ട് ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മഹാഗഡിയിലും ആഞ്ഞിലിയുമാണ് തടികളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ നേരെ എത്തുന്നത് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നല്ലൊരു മാറ്റ് ഫിനിഷ് ടൈലാണ് വീടിന് മൊത്തത്തിലായിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യം 2 സൈഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തെക്ക് ഭാഗത്തായിട്ട് ഒരു 3 പാളി വൈഡ് വിൻഡോയുടെ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പാനലിംഗ് വർക്കുകൾ വരുന്നുണ്ട്. ഫോൾ സീലിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു മോഡലായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കുകൾ വുഡൻ പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ TV യൂണിറ്റിൻ്റെ സൗകര്യം വരുന്നത് ഈ ഭിത്തിയിലായിട്ടാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു TV ഒക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൗകര്യം നമുക്ക് TV യൂണിറ്റിൽ കിട്ടുന്നുണ്ട്. നിഷിൻ്റെ വർക്കുകളും LED ലൈറ്റിങ്ങുകളും ബിഹൈൻഡിലായിട്ട് ലൂവർ പാനലിംഗ് എല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി അവിടെ നിന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. അതിൻ്റെ പാർട്ടീഷനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് പാസേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെയിം ടൈൽ പാറ്റേൺ കണ്ടിന്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12 സീറ്ററൊക്കെ ഡൈനിങ് ടേബിളൊക്കെ പ്ലേസ് ചെയ്യാൻ പറ്റുന്ന സൗകര്യം നമുക്ക് ഡൈനിങ് റൂമിൽ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം ഫ്രണ്ട് വശത്തായിട്ട് വരുന്നുണ്ട്. ഈ സൈഡിലും അത്യാവശ്യം പാർട്ടീഷനും കബോർഡ് വർക്കൊക്കെ കൊടുത്ത് ചെറിയൊരു ക്രോക്കറി ഷെൽഫൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ വാഷ് കൗണ്ടറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു കൗണ്ടർ ടോപ്പ് സെറയുടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ജാഗ്വറിൻ്റെ ടാപ്പ് കൊടുത്തിട്ടുണ്ട്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകൾ വരുന്നുണ്ട്. സൈഡിലായിട്ട് ഒരു 3 പാളി വിൻഡോയുടെ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. നല്ല രീതിയിലൊരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പാർട്ടീഷൻ വർക്കുകളൊക്കെ ചെയ്ത് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറൊക്കെ കൊടുത്തിട്ടുള്ള ഭംഗിയുള്ളൊരു കിച്ചൺ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി കിച്ചണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. തെക്ക് കിഴക്കേ കോർണറിലായിട്ടാണ് കിച്ചൻ്റെ സ്ഥാനം വരുന്നത്. ഒരു L ഷേപ്പിൽ വരുന്ന ഗ്രാനൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴ്വശത്തും മേൽവശത്തുമായിട്ട് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. കിഴക്ക് വശത്തും വടക്ക് വശത്തും നല്ല വിൻഡോ സൗകര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി വയ്ക്കാനുള്ള സൗകര്യം ഇവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മോൾ വശത്തും അത്യാവശ്യം നല്ല രീതിയിൽ കബോർഡ് വർക്കൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഹാങ്ങിങ് ലൈറ്റുകളും ഫോൾ സീലിംഗ് വർക്കുകളും ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. റൂഫ് വർക്കൊക്കെ ചെയ്ത് ഭംഗിയിൽ തന്നെയാണ് വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു കൗണ്ടർ ടോപ്പ് കൊടുത്ത് താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസുകളും സിങ്കിൻ്റെ സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്.
ഈ ഭാഗത്തായിട്ടാണ് വെൽ വാട്ടറിൻ്റെ സൗകര്യം വരുന്നത്. വീടിൻ്റെ ജലസ്രോതസ് എന്ന് പറയുന്നത് ശുദ്ധമായ കിണർ വെള്ളവും കോർപ്പറേഷൻ വാട്ടർ കണക്ഷനുമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു വർക്ക് ഏരിയ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബെഡ്റൂം സ്പേസിലേക്കാണ്. ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. സെയിം ടൈൽ പാറ്റേൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ടൊരു 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളിയുടെ സൗകര്യങ്ങൾ വരുന്നുണ്ട്. കബോർഡ് സ്പേസ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. 3 പാളിയുടെ കബോർഡ് സ്പേസുകൾ വരുന്നുണ്ട്. മിറർ അറ്റാച്ച്ഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സ്റ്റഡി ടേബിളിൻ്റെ സൗകര്യം ഈ ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ് വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ലെങ്തി ബാത്റൂം തന്നെയാണ് കിട്ടുന്നത്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റിൻ്റെ സൗകര്യം വരുന്നുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും ചെറിയൊരു വാഷ് കൗണ്ടറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ സൗകര്യത്തിലേക്കാണ് വരുന്നത്. ഒരു ക്ലോക്ക് വൈസിൽ വരുന്ന ഒരു സ്റ്റെയറിൻ്റെ സൗകര്യം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ താഴ്വശത്തായിട്ട് ഇൻവേർട്ടറിൻ്റെ ക്യാബിൻ സൗകര്യങ്ങളും LED ലൈറ്റിംഗ് സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാക്ക് വേയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഗ്രാനൈറ്റാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഒരു മാസ്റ്റർ ലെഗിൻ്റെ സൗകര്യം വരുന്നുണ്ട്. സൈഡിലൊക്കെ ആയിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റിൻ്റെ സൗകര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ലാൻഡിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചെറിയ ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു പർഗോള സൗകര്യം ഈ ഭിത്തിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് നമുക്ക് ഈ ഭാഗത്തായിട്ട് കിട്ടുന്നുണ്ട്. ചെറിയൊരു TV യൂണിറ്റ് വയ്ക്കാനുള്ള സൗകര്യവും അതിനോട് അറ്റാച്ച്ഡായിട്ട് ചെറിയൊരു സ്റ്റഡി ഏരിയയും കൺസിഡർ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ കൊടുത്ത് LED ലൈറ്റിങ്ങുകളും പ്രൊഫൈൽ ലൈറ്റുകളൊക്കെ കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസിൻ്റെ സൗകര്യവും ഇതിനോട് അറ്റാച്ച്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യവും പ്ലഗ് പോയിൻറ്റും ടാപ്പ് പോയിൻറ്റും എല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. നല്ല വലിപ്പമുള്ള ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ വരുന്നുണ്ട്. തെക്ക് വശത്തേക്കായിട്ട് ഡബിൾ പാളിയുടെ ഒരു 3 വിൻഡോസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ കൊടുത്തിട്ട് ഇവിടെയാണ് കബോർഡ് സ്പേസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസുള്ള കബോർഡും അതിനോട് അറ്റാച്ച്ഡായിട്ട് ഒരു ഡ്രസ്സിങ് മിററിൻ്റെ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം സ്പേസ് വരുന്നുണ്ട്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഒരു വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഡൈവേർട്ടറും സ്പൗട്ടും ഷവറും എല്ലാം സെറയുടെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടർ സൗകര്യവും കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം സ്പേസിലേക്കാണ് വരുന്നത്. വടക്ക് പടിഞ്ഞാറ് മൂലയിൽ തന്നെയാണ് ഈ ബെഡ്റൂം വരുന്നത്. സെയിം ടൈൽ പാറ്റേൺ തന്നെ കൊടുത്തിട്ടുണ്ട്. വടക്ക് ഭാഗത്തായിട്ട് 3 പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് 2 സിംഗിൾ പാളി വിൻഡോയുടെ സൗകര്യം വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകളും LED ലൈറ്റിങ്ങുകളും അത് നല്ല രീതിയിൽ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റോറേജ് സ്പേസുകൾ, കബോർഡ്, വാൾഡ്രോപ്പ് സൗകര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഒരു സ്റ്റഡി ഏരിയ ഇതിനോട് അറ്റാച്ച്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാത്റൂം സ്പേസ് തന്നെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെറയുടെ തന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സെറയുടെ തന്നെ ഡൈവേർട്ടറും സ്പൗട്ടും റെയിൻ ഷവറും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് കൗണ്ടറിൻ്റെ സൗകര്യം ഇതിനോട് അറ്റാച്ച്ഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ബാൽക്കണി സ്പേസിലേക്കാണ്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി സ്പേസ് തന്നെ നമുക്ക് ഈ ഭാഗത്ത് കിട്ടുന്നുണ്ട്. നല്ലൊരു ചെയറൊക്കെ ഇട്ടൊരു 4-5 ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റുന്ന സൗകര്യവും സെയിം ടൈൽ പാറ്റേണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിലിനായിട്ട് GI ഫ്രെയിമിൽ വുഡൻ ടോപ്പാണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ഫോൾ സീലിംഗ് വർക്കുകളും ലൂവർ പാനലിങ്ങും LED സിലിണ്ടർ ലൈറ്റുകളെല്ലാം കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫ്രണ്ട് എലവേഷൻ്റെ ഭാഗമായിട്ടൊരു 3 പാളി വിൻഡോ വരുന്നുണ്ട്. തെക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് നമ്മുടെ ബാൽക്കണിയുടെ സ്ഥാനം വരുന്നത്.
നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കിട്ടാൻ പറ്റുന്നൊരു സൗകര്യം നമുക്ക് ഇവിടെ നിന്ന് അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിലെ എടപ്പള്ളി പുക്കാട്ടോടി ബസ് റൂട്ടിലെ കുഴുവേലിപ്പടി ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു 3 BHK വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 4.25 സെൻറ്റ് ലാൻഡിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, കൂടാതെ യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യത്തോടു കൂടി 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിന് ബിൽഡർ ആവശ്യപ്പെടുന്നത് 88 ലക്ഷം രൂപയാണ്. വില തികച്ചും നെഗോഷ്യബിൾ ആണ്. കൂടാതെ എല്ലാ ബാങ്കുകളിൽ നിന്നിട്ടുമുള്ള ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വീട് കാണുന്നതിനോ ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനോ ഞങ്ങളുടെ സ്ക്രീനിൻ്റെ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്.